വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് റാങ്ക് കോറിലേഷൻ്റെ വേറൊരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നമുക്ക് റാങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഡിഫറൻസ് കാണുകയാണ് ചെയ്തത്. ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. യു ഹാവ് ടു അസൈൻ റാങ്ക് ഫോർ ദാറ്റ് വാല്യൂസ്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പോവർട്ടി ആൻഡ് ഓവർ ക്രൗഡിംഗ് ഫ്രം ദ ടേബിൾ ബിലോ. അപ്പൊ അതിനകത്ത് വരുന്നത് പോവർട്ടിയും ഓവർ ക്രൗഡിങ്ങും തമ്മിലുള്ള റാങ്ക് കോറിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ABC ജെ വരെയുള്ള ടൗണുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്തെഴുതുക. പിന്നെ പോവർട്ടിയുടെ വാല്യൂസ് 17, 13, 15, 16, 6, 11, 14, 9, 7, 12 തന്നു. ഇത് വാല്യൂസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് അസൈൻ ചെയ്യണം. ഇതിൽ ഏറ്റവും വലുത് ഏതാ? 17. അപ്പൊ 17 എന്ത് കൊടുത്തു? 1. പിന്നെ ഏതാ? 17 ചെറുത് 16. അപ്പൊ അതിന് 2 കൊടുത്തു. പിന്നെ 15, അപ്പൊ അതിന് 3 കൊടുത്തു, മൂന്നാമത്തെ റാങ്ക്. പിന്നെ അടുത്ത ചെറിയ വാല്യൂ എത്ര? 14. അപ്പൊ 4ാമത്തെ റാങ്ക്. പിന്നെ 13, അപ്പൊ അതിന് 5ാമത്തെ റാങ്ക്. പിന്നെ 12 ഇല്ല, 11 ഉള്ളൂ. അപ്പൊ അതിന് 12 ഉണ്ട്. അപ്പൊ അതിന് 6ാമത്തെ റാങ്ക്. പിന്നെ 11 ഉണ്ട്, 7ാമത്തെ റാങ്ക്. പിന്നെ 10 ഉണ്ടോ? 10 ഇല്ല, 9 ഉള്ളൂ, 8ാമത്തെ റാങ്ക്. 8 ഉണ്ടോ? ഇല്ല, 7 ഉള്ളൂ. അപ്പൊ അതിന് 9ാമത്തെ റാങ്ക്. പിന്നെ നമുക്കുള്ളത് 6ആണ്, അതിന് 10ാമത്തെ റാങ്ക്. അങ്ങനെ ഓരോ ഏറ്റവും വലിയ വാല്യൂവിന് 1 അതിന്റെ ഓർഡറിൽ നമ്മൾ റാങ്ക് അസൈൻ ചെയ്തു. അതുപോലെ ഓവർ ക്രൗഡിങ്, അതിന്റെ വാല്യൂസ് 36, 46, 35, 24 അതും കൂടെ തന്നു. ഇതിൽ ഏറ്റവും വലുത് നോക്കുക, 46. അപ്പൊ അതിന് 1ാമത്തെ റാങ്ക്. 46നും ചെറുത് പിന്നെ ഏതാ വരുന്നത്? 36ആണ്. അപ്പൊ അതിന് 2ാമത്തെ റാങ്ക്. 35ആണ്. അപ്പൊ അതിന് 3ാമത്തെ റാങ്ക്. പിന്നെ വരുന്നത് 27ആണ്. അതിന് 4ാമത്തെ റാങ്ക്. പിന്നെ 24ആണ്. അപ്പൊ അതിന് 5ാമത്തെ റാങ്ക്. 22ആണ് 6ാമത്തെ റാങ്ക്. 18ആണ് 7ാമത്തെ റാങ്ക്. 12 8ാമത്തെ റാങ്ക്. പിന്നെ 8ആണ് 9ാമത്തെ റാങ്ക്. 2ആണ് 10ാമത്തെ റാങ്ക്. അപ്പൊ അങ്ങനെ ഏറ്റവും വലിയ വാല്യൂവിന് ആദ്യത്തെ റാങ്ക്, അടുത്തതിന് 2ാമത്തെ റാങ്ക്. നമ്മൾ വാല്യൂസിന് റാങ്ക് അസൈൻ ചെയ്തു. നമ്മളോട് റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മുടെ റാങ്ക് കോറിലേഷന്റെ ഫോർമുല? 1 - 6 സിഗ്മ d സ്ക്വയർ ബൈ n ഇൻറ്റു n - 1 ആണ്. ഇവിടെ റാങ്ക് പോവർട്ടിയുടെ ഉണ്ട്, ഓവർ ക്രൗഡിങ്ങിന്റെ ഉണ്ട്. നമുക്ക് d സ്ക്വയർ വേണം. അതായത് റാങ്കിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ കാണേണ്ടത്. ഇതേ ഓർഡറിൽ തന്നെയാണ്. 1 - 2 1, 5 - 1 4, 3 - 3 0, 2 - 5 3, 10 - 8 2, 7 - 7 0, 4 - 4 0, 8 - 6 2, 9 - 10 1, 6 - 9 3. ഓരോ ടൗണിന്റെയും എന്ന ടൗണിലെ പോവർട്ടി 17. അപ്പൊ അതിന് 1ാമത്തെ റാങ്കാണ് പോവർട്ടിയിലുള്ളത്. ഓവർ ക്രൗഡിങ് 36ആണ് വാല്യൂ, അതിന് 2ാമത്തെ റാങ്കാണ്. അപ്പൊ അങ്ങനെ പോവർട്ടിക്കും ഓവർ ക്രൗഡിങ്ങിനും ഓരോ ടൗണിനും B എന്നൊക്കെ പറഞ്ഞത് ഓരോ ടൗണിനും കിട്ടിയ റാങ്ക് കണ്ടുപിടിച്ചു. അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? d സ്ക്വയർ ആണ്. അപ്പൊ d സ്ക്വയർ കണ്ടുപിടിക്കാം. 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16, 0യുടെ സ്ക്വയർ 0, 3യുടെ സ്ക്വയർ 9, 2യുടെ സ്ക്വയർ 4 0 0, 2യുടെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9. ഈ കോളം d സ്ക്വയർ ടോട്ടൽ ചെയ്യുമ്പോൾ we will get 44. റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? 1 - 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. 1 - 6 ഇൻറ്റു സിഗ്മ d സ്ക്വയർ എത്രയാണ്? 44 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു n എത്രയാണ്? 10 വാല്യൂ അല്ലേ, 10 ടൗൺ ആ തന്നേക്കണേ. 10 ഇൻറ്റു n സ്ക്വയർ, 10ന്റെ സ്ക്വയർ 100 മൈനസ് 1. 1 മൈനസ് 6 ഇൻറ്റു 44 264 ഡിവൈഡഡ് ബൈ 99 ഇൻറ്റു 10 990 വിൽ ബി 264/990 0.267. 1 മൈനസ് 0.267 ചെയ്യുമ്പോൾ 0.733. അപ്പോൾ അതാണ് നമുക്ക് റാങ്ക് കോറിലേഷൻ കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത് റിപ്പീറ്റഡ് റാങ്ക് കോറിലേഷൻ ആണ്. അതായത് സെയിം വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് എക്സ് എന്നുള്ളതില് എന്താണ് 68 62 രണ്ട് വാല്യൂ സെയിം വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ 46ആണ് ആദ്യത്തെ വാല്യൂ, രണ്ടാമത്തെ വാല്യൂ പറയുന്നത് 36ആണ്. പക്ഷെ 36 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും?
റിപ്പീറ്റഡ് റാങ്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ റാങ്ക് കോറിലേഷൻ കാണാനുള്ള ഫോർമുല 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ പ്ലസ് എം ക്യൂബ് മൈനസ് m/12 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. എന്താണ്? ഒന്നുമില്ല, നമ്മുടെ പണ്ടത്തെ ഫോർമുല തന്നെയാണ്. 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ, അതിന്റെ കൂടെ എം ക്യൂബ് മൈനസ് m/12 കൂടി ഉണ്ട് എന്ന് മാത്രം. ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇത് നമ്മുടെ പണ്ടത്തെ ഫോർമുല 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 അല്ല. അതിന് പകരം 1 മൈനസ് 6 ബ്രാക്കറ്റ് ഓഫ് സിഗ്മ ഡി സ്ക്വയറിന്റെ കൂടെ പ്ലസ് എം ക്യൂബ് മൈനസ് m/12 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഈ n പറയണത് നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്, ഓരോ വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.